ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമുക്കൊരു ടെറൈറ്റ് വാൻഡയുടെ സെയിൽ വീഡിയോ ആണ്. നമുക്ക് ഈ ഒരു മന്ത് പുതിയതായിട്ട് സെയിലിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ടെറൈറ്റ് വാൻഡയുടെ പുതിയ വെറൈറ്റീസ് വരുമ്പോൾ പറയണമെന്ന് നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് ടെറൈറ്റ് വാൻഡയുടെ വെറൈറ്റി കളക്ട് ചെയ്യുന്നവർ പറയാറുണ്ട്. അപ്പോൾ അവർക്കും അതുപോലെ തന്നെ ടെറൈറ്റ് വാൻഡ അന്വേഷിച്ച് നടക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വെയിലൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് കേട്ടോ ഈ ടെറൈറ്റ് വാൻഡയുടെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ കെയറിങ് കുറവ് മതി. മറ്റുള്ള ഓർക്കിഡുകളെ സംബന്ധിച്ച് കുറച്ച് കെയറിങ്ങും കാര്യങ്ങളും മതി. നല്ലപോലെ വെയിലത്തിരുന്നാലും നല്ല രീതിയിൽ പൂക്കുന്നുണ്ട്. നല്ലപോലെ വെയിലത്തിരുന്നാലും നല്ല വെയിലുണ്ടെങ്കിലേ നമ്മുടെ ടെറൈറ്റ് വാൻഡ നന്നായി പൂക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ള പുതിയ പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ എല്ലാ പ്ലാന്റും മെച്ചേർഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റി ടെറൈറ്റ് വാൻഡാസ് ആണ്. നമ്മുടെ നോർമൽ അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന നാടൻ പെൻസിൽ വാൻഡ എന്ന് പറയുന്ന വെറൈറ്റി അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ്. എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. അപ്പോൾ ചില ഓൺലൈൻ സൈറ്റുകളിലും അതുപോലെ തന്നെ ഓർക്കിഡ് സെല്ലേഴ്സിൻ്റെ അടുത്തൊക്കെ പെൻസിൽ വാൻഡ 150 രൂപയ്ക്ക് മെച്ചുവേർഡ് പ്ലാന്റ് അല്ലെങ്കിൽ ടോപ്പ് കട്ടിങ് സെയിലിനുണ്ടെന്ന് കണ്ടിട്ട് ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ എങ്ങനെയായാലും നമുക്ക് ഹൈബ്രിഡ് ടെറൈറ്റ് വാൻഡാസിൻ്റെ സീഡ്ലിങ് പോലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കിഡ് ലവേഴ്സിന് അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും അറിയാം. ഓർക്കിഡ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ തീരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് പ്ലാന്റുകൾ അവൈലബിൾ ആവുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത്തരത്തിലുള്ള പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്രോസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ആ ഒരു വെറൈറ്റിയിലാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെറൈറ്റ് വാൻഡ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഒരുപാട് കളറുകൾ കാണിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കളറായിട്ടായിരിക്കും വരിക. നമുക്ക് ഏത് കളറാണെന്ന് കറക്റ്റായിട്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനുശേഷം വരുന്ന എല്ലാം തന്നെ കറക്റ്റ് കളർ ഐഡിയോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ്. അതിൻ്റെ വ്യക്തമായ പ്ലാന്റ് ഐഡി ഓരോ പ്ലാന്റിൻ്റെയും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ക്രോസ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് ശേഷം ബേബി ഓറഞ്ച് തൊട്ടിട്ട് എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ കളർ കൃത്യമായിട്ട് അറിയാവുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലാൻ കെയർ വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഇതുപോലെ സെയിൽ വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.